മുൻഗാമിയായിരുന്ന പി കേശവദേവ് എഴുതിയ അനിയൻ എന്ന പുസ്തകമാണ് എനിക്ക് കിട്ടിയത്. കുട്ടികൾക്ക് ആസ്വദിക്കാവുന്ന പ്രശസ്തരുടെ കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. 9 കഥകൾ ഉൾപ്പെടുന്ന ഒരു പുസ്തകമാണ് ഇത്. ദീനാമ, കളിത്തോഴി, തസ്കര സംഘം, സ്ത്രീധനം, കൂൾ ഡ്രിങ്ക്, കാതികൻ, അനിയൻ, ഉഷസ്, നാളേക്കു വേണ്ടി എന്നീ കഥകളാണ് ഈ പുസ്തകത്തിൽ ഉള്ളത്. എല്ലാ കഥകളും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥയാണ് കൂൾ ഡ്രിങ്ക്. ഈ കഥയിൽ ജാനു എന്ന പാവപ്പെട്ട പെൺകുട്ടിയുണ്ട്. അവളുടെ താമസം പട്ടണത്തിന് പുറത്തുള്ള ഗ്രാമത്തിലാണ്. അവൾ പ്രഭാതത്തിൽ കുറെ പഴങ്കഞ്ഞി കഴിച്ചുകൊണ്ട് അവൾ പാൽ വിൽക്കാനായി പട്ടണത്തിലേക്ക് പുറപ്പെടും. സന്ധ്യ ആകുമ്പോഴേക്കും അവൾ വീട്ടിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു ദിവസം അവൾ പാൽ വിൽക്കുമ്പോഴാണ് ഒരു ശബ്ദം കേട്ടത്. അവൾ ശബ്ദം കേട്ട ഇടത്തേക്ക് പോയി. അപ്പോൾ ഒരാൾ അവിടെ കൂൾ ഡ്രിങ്ക് വിൽക്കുന്നത് കണ്ടു. അയാളുടെ പേര് അഹമ്മദ് എന്നാണ്. അവൾ കടയുടെ അടുത്ത് കുറച്ചു സമയം നിന്നു. അപ്പോൾ ഒരാൾ കൂൾ ഡ്രിങ്ക് വാങ്ങി കുടിക്കുന്നത് അവൾ കണ്ടു. ജാനുവിനെ കണ്ട് ദയ തോന്നിയ അഹമ്മദ് അവൾക്ക് ഒരു കൂൾ ഡ്രിങ്ക് കൊടുത്തു. എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് ജാനു അഹമ്മദിനോട് പറഞ്ഞു. അത് സാരമില്ല, നീ ഇതിന് കാശ് വേണ്ട എന്ന് അഹമ്മദ് അവളോട് തിരിച്ചു പറഞ്ഞു. അവൾ സന്തോഷത്തോടെ അത് കുടിച്ച് വീട്ടിലേക്ക് പോയി. നടന്നതെല്ലാം അവൾ അമ്മയോട് പറഞ്ഞു. പിറ്റേന്ന് അവൾ രാവിലെ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. അവൾ പാൽ വിൽക്കുമ്പോൾ വീണ്ടും അഹമ്മദ് അവൾക്കൊരു കൂൾ ഡ്രിങ്ക് കൊടുത്തു. അങ്ങനെ എല്ലാ ദിവസവും അഹമ്മദ് ജാനുവിന് കൂൾ ഡ്രിങ്ക് കൊടുത്തു. വേനൽക്കാലം കഴിഞ്ഞു. അപ്പോൾ അഹമ്മദ് തന്റെ കട വിൽക്കാനായി തീരുമാനിച്ചു. ആ ദിവസം ജാനു അഹമ്മദിന്റെ കടയിൽ വന്നപ്പോൾ നാളെ കട വിൽക്കുന്ന കാര്യം അഹമ്മദ് ജാനുവിനോട് പറഞ്ഞു. അവൾ പിന്നെ ഒന്നും മിണ്ടാതെ കുറച്ചു സമയം അവിടെ ഇരുന്ന് വീട്ടിലേക്ക് പോയി. പിറ്റേന്ന് അവൾ രാവിലെ അഹമ്മദിന്റെ കടയുടെ അടുത്ത് വന്നു. അപ്പോൾ അഹമ്മദ് അവളോട് യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ജാനു കുറച്ച് സമയം അവിടെ ഇരുന്ന് വീട്ടിലേക്ക് പോയി. എല്ലാ ദിവസവും പിന്നെ അവൾ അഹമ്മദിന്റെ കടയുടെ അടുത്ത് കുറച്ച് സമയം ഇരുന്നിട്ടാണ് അവൾ വീട്ടിലേക്ക് പോകുന്നത്. ഇത് പതിവായി. പി കേശവദേവിന്റെ അനിയൻ എന്ന പുസ്തകവും അതിലുള്ള കഥകളും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.